ഹലോ കൂട്ടുകാരെ, വീട്ടിലേക്ക് കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും സാമ്പാറും മോരും രസവും ഒക്കെ വെച്ച് ചോറ് കഴിച്ച് മടുത്തോ? അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് നേരെ പാചകം തുടങ്ങാം. 2 പഴുത്ത തക്കാളി എടുത്ത് നല്ലതായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ നല്ലവണ്ണം കഴുകി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെച്ച പരിപ്പാണ്. ആദ്യം നമുക്കൊരു കുക്കർ എടുത്ത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുതിർത്ത് മാറ്റി വെച്ച് പരിപ്പ് ഇട്ട് കൊടുത്തു. നമ്മൾ പരിപ്പെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് പച്ചവെള്ളം എടുത്ത് ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കും. വേവിക്കാൻ തക്ക അളവിൽ വെള്ളം ഒഴിക്കണേ. നമ്മളിത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുന്നു. ആദ്യം പരിപ്പിട്ടു, പിന്നെ വെള്ളം ഒഴിച്ചു, പിന്നെ തക്കാളിപ്പഴം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മുളക് പൊടിക്ക് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് പതുക്കെ ഈ കുക്കറിനെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇട്ട ഉപ്പൊന്ന് കലങ്ങാനാണ് ഞാൻ ചുറ്റി കൊടുത്തത്. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഇനി ഒരു 2 വിസിൽ കേൾക്കുന്നവരെ വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, 2 വിസിൽ കേട്ടാൽ മതി. 3 വിസിലൊക്കെ ആയാൽ അത് എന്തങ്ങ് കലങ്ങിപ്പോവും. നമുക്ക് 2 വിസിലാവുന്നവരെ വേവിക്കാം. അങ്ങനെ 2 വിസിൽ കേട്ടു, ആവിയൊക്കെ പോയി കുക്കർ തുറന്നു. കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടി. ഇനി ചെറിയ ജാർ എടുത്ത് 1 മുറി തേങ്ങ ചിരികിയത് ഇട്ട് കൊടുക്കാം. നമ്മളിനി ഇതിന്റെ കൂട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാചകം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യണേ. ഒപ്പം നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ചിരികിയ തേങ്ങ മൊത്തം ജാറിലോട്ട് ഇട്ട് കൊടുത്തേ. ഇനി ഒരു പച്ചമുളക് കഴുകി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നാലെ 2 അല്ലി വെളുത്തുള്ളിയും 6 ചെറിയ ഉള്ളിയും തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില കഴുകി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ അളവിൽ ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. അവസാനമായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ ആദ്യം വേവിച്ചപ്പോഴത്തേന് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുകൊണ്ട് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ശകലം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് ഇതിനെ അടിച്ചെടുക്കാം. അരഞ്ഞോന്ന് തുറന്ന് നോക്കിയപ്പോൾ അരഞ്ഞിട്ടില്ല. കുറച്ച് വെള്ളം കൂടി വേണം. അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒരു വട്ടം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഗ്യാസ് അടുപ്പ് ഓണാക്കി ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. ചീനിച്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 4 ചെറിയ ഉള്ളിയും പിന്നെ 4 വറ്റലി മുളകും ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടാൻ കരുതി നമുക്കൊന്ന് അങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം. ഇപ്പോഴാണ് ഇതേ കടുക് പൊട്ടി തുടങ്ങിയത്. കടുക് നല്ലവണ്ണം പൊട്ടി വരട്ടെ. ഇനി നമുക്ക് മുരിങ്ങയില കഴുകി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് അരച്ചത് കൊണ്ട് കടുക് വറുക്കാൻ നമുക്കിനി മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ എല്ലാവരും കഴിക്കുകയും ചെയ്യും. കറിവേപ്പിലാകുമ്പോൾ എടുത്ത് കളയുമല്ലോ, ഇതാകുമ്പം കഴിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ച് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു തവിയോ സ്പൂണോ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത കൂട്ടിൻ്റെ ഒരു പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാൻ വേണ്ട പച്ച മണം പോകുന്നവരെ ഞാൻ ഇതാ ഇളക്കി കൊടുത്തേ. ഇത് പരിപ്പ് കറിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, തക്കാളി കറിയാണോ ചോദിച്ചാൽ അതുമല്ല. രണ്ടും കൂടി കലർന്ന ഒരു അടിപൊളി കറിയാണ്. അത് നിങ്ങൾ വെച്ച് നോക്കണം. വെച്ച് നോക്കി കഴിക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണം വന്നു. ഇനിയും നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കാനുണ്ട്. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ഇനിയാണ് മെയിൻ ഐറ്റം ഇട്ട് കൊടുക്കുന്നത്, ഉപ്പ്. നമ്മൾ ഏത് കറി വെച്ചാലും ഉപ്പാണ് പ്രധാനം. നമ്മളിത് വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചതാണേ. അത് കണക്കാക്കിയാണ് ഇപ്പോഴിട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പർ കറിയാണ്. നല്ല ചൂട് ചോറിന് കഴിക്കാൻ അത് ബെസ്റ്റാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.